അന്നത്തിനാണ് നട്ടപ്പാരൊക്കെ ഇവിടെ വന്ന് തിരിക്കണത്. താൻ എന്നേക്കടി കാണിച്ചു വെച്ചേക്കണത്. ക്രിസ്മസ് ആശംസകൾ. സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? കളറല്ലേ? എടാ നിന്റെ വട്ടിയിലോ മാറിയില്ലേ? ഇനി 25 ദിവസം ഉണ്ടോ? ഇപ്പോഴെന്താണ് ഇതൊക്കെ ഇട്ട് തൂക്കിയിട്ടേക്കണത്? പോളയാണ് ഒരു ഇത്തിരി നേരത്തെ മുമ്പ് ഇതൊക്കെ തൂക്കിയെന്നും പറഞ്ഞു ഈ നാട്ടുകാരൊന്നും പറയാനൊന്നും പോണില്ല. പിന്നെ എന്നെ ഇത്തിരി നേരത്തെ അല്ലേ? ഇവനൊരു കാര്യം ചെയ്യും, വട്ടത്തൊരു പൂക്കളം കൂട്ടേക്ക് ഒട്ടും വൈകിക്കണ്ട. അടുത്ത ഓണത്തേക്കുള്ളത് ഇപ്പോൾ എളുപ്പമാവും. ഒന്ന് എഴുന്നേറ്റ് പോടാ, നിന്നെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു വാൽനക്ഷത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈടാത് അത് പറഞ്ഞപ്പോഴോർത്ത് സ്റ്റാർ ഇട്ടില്ല. പറഞ്ഞ വന്നേടാ, ഇല്ലെങ്കിൽ വിട്ടുപോനെ. സ്റ്റാർ എടുത്തിട്ട് തരാം, ഈ വഴിയില്ലല്ലേ. ഹാപ്പി ക്രിസ്മസ്. മഞ്ഞ് കൊണ്ടാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിക്കുക. ക്രിസ്മസ് ഭ്രാന്ത്. ക്രിസ്മസ് പൊക്കോണം. നീ ഇന്നലെ തൊട്ട് തുടങ്ങിയാണ്. നിന്നെപ്പോലെ എനിക്ക് ഭ്രാന്തുമില്ല. എടാ ഡിസംബർ 1-ാം തീയതി ക്രിസ്മസ് പ്ലാൻ ചെയ്യണ്ട നമുക്ക്. എടാ നീ വല്ലതും കഴിക്കാൻ പ്ലാൻ ചെയ്യും. എടാ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് വരുന്നുള്ളൂ. ഇത് ആഘോഷിച്ചില്ല പിന്നെ എന്നെ ആഘോഷിക്കാനാണ്. പൊന്നോ എടാ ശവമേ, നിനക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലേ? നീ അത് പോയി കൂട്. എനിക്ക് കിടന്ന് ഉറങ്ങണം. എടാ അങ്ങനെ പറഞ്ഞ എങ്ങനെ നടന്നു വാണാ. ശാന്തരാത്രി തിരുരാത്രി ഉൾക്കുടിലിൽ പശു കയറ് പൊട്ടി ചോടും. ഇപ്പൊ എന്താണ് പാട്ടിനൊരു കുഴപ്പം? നീ പാടി കുഴപ്പമുണ്ടാക്കാൻ ഇരിക്കാനാ പറഞ്ഞത്. ഓടാ കലാബോധമില്ലാത്തവന്. കട്ട മാറ്റി പിടിക്കുക. ശാന്തരാത്രി തിരുരാത്രി. എടാ നിനക്കൊക്കെ എന്റെ പാട്ടുകൾ വല്ല കുഴപ്പമുണ്ട്? അത് വിട്. നീ ക്രിസ്മസിന് എന്നാ പരിപാടി? നീ എങ്കിലും അതിപ്പോ എന്നോട് ചോദിച്ചില്ലാടാ. എടാ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ഐഡിയ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കോപ്പാണ്. എന്തൊക്കെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? ഇത് തന്നെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. അപ്പൊ തുടങ്ങിയെന്ന് അവര് വീട് ഇന്നലെ രാത്രിയോട് തിളങ്ങി നിൽക്കേ. ഇപ്പൊ പഞ്ചായത്തിൽ വേണ്ട മൊത്തം ലൈറ്റും എൻ്റെ വീട്ടിലുണ്ട്. കളായിക്കോടാ, ഇതേ എനിക്കൊരു ലഹരിയാണ്. അല്ല നിന്നൊക്കെ പോലെ വാട്സാപ്പിൽ എന്റെ സ്റ്റാറ്റസ് ഇട്ട് തീർക്കാനുള്ള ഈ ക്രിസ്മസ്. ഈ ക്രിസ്മസ് എനിക്കൊരു വികാരമാണ് അല്ലേ? നീ വെയിലത്ത് പാടുന്ന പഴയ പാട്ട് പാടി പോയേക്കാം. ഇതൊന്നും കേക്കണ്ടല്ല പുള്ളേ, പോ. പോയെ. ശാന്തരാത്രി തിരുരാത്രി ഉൾക്കുടിലിൽ പൂത്തൊരു രാത്രി. കരോള് പോയാലോ? നീ ഇപ്പഴായിട്ട് പൊക്കോ എന്നാ? നിനക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോടാ, അവസാനം സമയമാകുമ്പോഴേക്കും എല്ലാവരും കൂടെ പെട്ടുപോകത്തുള്ളൂ. എല്ലാവരും കൂടെ വായും വിളിച്ച് പറയും കയ്യിൽ പൈസ ഇല്ല, ഇടാൻ ഡ്രസ്സില്ല, ഷൂ ഇല്ല, അതില്ല ഇതില്ല. എനിക്കറിയാടാ എൻ്റെ സ്വഭാവം. ഞാൻ പോണു, എനിക്കൊരു പരിപാടിയുണ്ട്. മാറ്റി ഇരുത്തിക്കടി വേണം. ഒരു ഹൈബ്രിഡ് വട്ടന്മാർ വന്നിരുന്നു. എന്നെയൊക്കെ പോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കിടക്കാനുള്ള എനിക്ക് ഈ സമയമൊക്കെ. ഈ ക്രിസ്മസ് എന്നൊക്കെ പറയണത് എനിക്കൊരു വികാരമാണ്. ഇത് തന്നെ അല്ലേടാ നീ അവിടെ വെച്ചും പറഞ്ഞത്? എടാ വാട്സപ്പ്, ഇത് ഇൻസ്റ്റഗ്രാം, രണ്ടും രണ്ടാടാ മാണ്ടൻ. ഇങ്ങനെയൊക്കെ നീ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നോട്ട് ചെയ്തോളൂ. ഇതൊക്കെ പറയണം എന്നെ പറഞ്ഞാൽ മതി. ഇതൊന്നും ആരും വേണ്ട. ഈ പ്രാവശ്യം എൻ്റെ കൂടെ ആഘോഷിക്കാൻ ഇവിടെ സുഹൃത്തന്നെ ഉണ്ടാവും അല്ലേ? ഈ പ്രാവശ്യത്തിന് ഓണത്തിന് സദ്യ എൻ്റെ വക, നീ വിട്ടോ. സുഭാഷ് സൂപ്പർ. എടാ ഞാൻ പോണു. അല്ല പോവാണ്. എല്ലാത്തിനും
എന്തുവാണ് അവൻ അറിയാതെ അവനെ നീ എന്തുവായി കാണിക്കുന്നത്? ചെക്കനിന്ന് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാം. എടാ കൊട്ടട്ടെ കൊട്ടട്ടെ. ഞാൻ പറയും അപ്പൊ കൊണ്ടുവച്ചാ മതി. റെഡിയല്ലടാ, പറയട്ടാടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ജോസഫ് എന്താടാ? അവന്റെ കാര്യം പറയണ്ട, അതിരിപ്പുണ്ട്. മാസം എടുക്കൊണ്ടിരിക്കാം. ആ പിള്ളേരെ റെഡി ആയിക്കോ റെഡി ആയിക്കോ. എടാ ഞാൻ വിളിച്ചിരിക്കാം കേട്ടടാ. നീയാ ക്രിസ്മസ് പാപ്പൻ. അവനെന്താടാ? റെഡിയാ റെഡിയാ. എടാ നിനക്കെന്നാ പറ്റിയടാ? എവിടെയാണ് വെച്ചാനെ? പോസ്റ്റിലാടാ. അതിപ്പോ ക്രിസ്മസിനൊന്നും ഉണ്ടാവില്ലേ? ഇല്ലടാ, പോസ്റ്റാണ്ടാ ഇവിടെ. എടാ എന്തൊരു മനുഷ്യനാടാ നീ. സോറിടാ. പിന്നെ അവിടെ എന്തൊക്കെയാടാ ഒരുക്കങ്ങളൊക്കെ? ഇവിടെ ഇവിടെ എല്ലാം സെറ്റാണ് മോനെ. ഇവിടെ എനിക്ക് വന്നോന്നുണ്ടാ, പക്ഷെ ഇവിടെ ആകെ മൊത്തം പ്രശ്നമായിട്ടിരിക്കുക. ആ അല്ലെങ്കിൽ വേണ്ട, ഞങ്ങളെ ആഘോഷിക്കണ വീഡിയോ നിനക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നീ അത് കണ്ടിട്ട് സൂചിച്ചിരുന്നാൽ മതി. എടാ പോളാ. ശരി എന്നാ മോനെ, അമ്മ പോയിരുന്ന് പഠിക്കും. ഓക്കെ എന്നാ ബായ്. പോലെടാ, ചോദിക്കട്ടെ. കട്ട് ചെയ്ത് കളഞ്ഞു. ഏണി പറ. അടവലത്തും കാണും. എടാ ഏണി ഒന്ന് എടുക്കാന്ന് ഹെൽപ്പ് ചെയ്യടാ. എനിക്കൊന്നും കഴിയല്ല. ഒരു പണി എടുക്കത്തുമില്ല, ചുമ്മാ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ട്. താൻ എന്നാടേ കാണിക്കണത്? എടാ ഇത് കത്തണില്ലടാ. കത്താണല്ലേ, ഇപ്പൊ കത്തിച്ചേരാം. ഇപ്പൊ കത്തിയാ ജോസഫേ? ഈ ബദൂരിനോട് കണ്ടല്ലേ? നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ വർത്താനം കേട്ടപ്പോഴും ഓർത്താ നിനക്കൊരു പണി തന്നെയാണ്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് മന്നൊന്നുണ്ടാ. ഒരു വണ്ടി വിളിയടാ. അയ്യോ വേണ്ട, ഞങ്ങൾ പോയിട്ട് വീഡിയോ അയച്ച് നിനക്ക് തരാം. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടു കേട്ടാ. പകരം വീട്ടുവാണല്ലോടാ തെണ്ടി. നീ ഹാപ്പി അല്ലെന്നറിയാം, എന്നാലും ഹാപ്പി ക്രിസ്മസ്. ജോസഫേ, എങ്കിൽ ഞാനും പോയേക്കെ. ഓടാ ഓ, നിന്നെയൊക്കെ വണ്ടി ഇടിക്കൂടാ. എന്തോന്നാണ് നീ പോയില്ലടാ? എന്തായാലും നീ തീർന്നില്ല, ഇത് ഞാൻ ഇങ്ങ് എടുക്കുക. ഓക്കെടാ വിട്ടാ. പോടാ. അല്ലേലും എനിക്കിതൊക്കെ വേണം. അയ്യോ എൻ്റെ അമ്മേ. ഞങ്ങൾ പള്ളിയിൽ പോവാ. ആ പൊക്കോ. ഞാനിവിടെ ഇരിക്കണ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അച്ഛാ, ഒരു കത്താത്ത ലൈറ്റ് എടുക്കാൻ കാണോ? എന്നാന്ന്? Happy Christmas. നീ ഒന്നും ഇതിലെ പോയില്ലടാ. ഇവിടെ വിഗ്രഹം കിടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയാ.
സമ്മതിക്കുമോ? ഇവിടെ ഒന്നും ഇല്ലടാ. അതിന് നീയിരിക്കും. അപ്പൊ നിനക്കൊക്കെ പോണ്ടേ? കേക്ക് മുറിച്ചൊക്കെയല്ലേ? ആർക്ക് വരട്ടെ? ഇത് അങ്ങോട്ട് പോയിക്ക്. അവിടെ ആരുമല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും കരുതുന്നു. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോക്ക് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇനിയുള്ള വീഡിയോക്ക് മിസ്റ്റേക്ക് വരാതെ ഞങ്ങൾ പോയിക്കോളാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോയുടെ പിന്നെ ചാനലിന്റെ പേര് മാറാൻ പോവാണ് കേട്ടോ. അത് പുറകെ വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും